1375 റേഞ്ചിൽ സോഫ്റ്റ് കോട്ടയിൽ നല്ല ക്രോഷ്യ വർക്കും പ്രിൻറ്റും എംബ്രോയ്ഡറിയും വരുന്ന സൽവാർ സെറ്റാണ് കാണുന്നത്. അഫോർഡബിൾ റേറ്റിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, അതുപോലെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഒനിയൻ ടോണിലേക്ക് വരുന്നുണ്ട്. അതിൽ എംബ്രോയ്ഡറി വരുമ്പോൾ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരും. ലാസ്റ്റ് നമ്മൾ ഗ്രീൻ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. മുകളിൽ നമുക്ക് ആ യോക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയ ബത്തീക് പ്രിൻറ്റുമാണ് കൊടുത്തേക്കുന്നത്, റൗണ്ട് ഡിസൈനിൽ, റൗണ്ട് ഷേപ്പിൽ. എന്നിട്ട് അതിൽ നമുക്ക് കാന്തായ എംബ്രോയ്ഡറിയും ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറിയും ചെയ്ത് സ്വീക്വൻസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ ചെറിയൊരു ക്രോഷ്യയുടെ പാനൽ പോലെ ഒരു ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. സാൻഡൂൺ സിൽക്കിൻ്റെ പ്ലെയിൻ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ നമുക്ക് ബത്തീക് പ്രിൻറ്റ് ചെയ്തിട്ടാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഷെയ്ഡ് ഒണിയൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലേക്ക് വരും. എല്ലാത്തിൻ്റെയും ബാക്ക് സൈഡ് നമുക്കിങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടായിരിക്കും വരും. അഫോർഡബിൾ റേറ്റിൽ ഡെയിലി യൂസിന് പറ്റിയ നല്ല സൽവാറാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് പാറ്റേൺ വന്നേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത് നമുക്ക് ടോപ്പിന് വരുന്നുണ്ട്. ദുപ്പട്ടയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതാണ് ദുപ്പട്ട പാറ്റേൺ. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ നമുക്ക് മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. ഇത് നമുക്ക് ഗ്രീൻ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്.